Welcome to Forward Steps Vlogs. This is the first part of model questions and answers related introduction to Indian government accounts and audit, the Constitution of India and Kerala Account Code exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും അക്കൗണ്ട് സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഡാഷിൽ പറയുന്നു. ഉത്തരം ആർട്ടിക്കിൾ 149. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ പൂർണ്ണമായ അക്കൗണ്ട്സ് ബാങ്കിന് വേണ്ടി തയ്യാറാക്കി സൂക്ഷിക്കുന്നത്. ഉത്തരം റിസർവ് ബാങ്ക്, നാഗ്പൂർ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ. ഏതു വർഷമാണ് കസ്റ്റംസ് ആക്ട് നിലവിൽ വന്നത്? ഉത്തരം 1962. സംസ്ഥാന കണ്ടിജൻസി ഫണ്ട് ആരുടെ വിതരണ നിയന്ത്രണത്തിലാണ്? ഉത്തരം ഗവർണറുടെ. അക്കൗണ്ടന്റ് ജനറൽ CAGന് സമർപ്പിക്കുന്നതിനായി സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ എപ്പോഴാണ് തയ്യാറാക്കുന്നത്? ഉത്തരം മാർച്ചിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിന് ശേഷം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാൽ എന്ത്? ഉത്തരം സർക്കാരിൻ്റെ കടമെടുത്തിട്ടുള്ള ഫണ്ടിൽ നിന്നും സ്ഥാവരാസ്തികളുടെ വർധനവിനായി നടത്തുന്ന ചെലവ്. അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന സംസ്ഥാനത്തിൻ്റെ കണക്കുകളുടെ ഒരു കോപ്പി ഡാഷിന് നൽകുന്നു. ഉത്തരം സംസ്ഥാന സർക്കാരിന് നൽകുന്നു. ഓരോ മേജർ ഹെഡിലും എത്ര അറബിക് നമ്പറുകൾ ഉൾപ്പെടുന്നു? ഉത്തരം 4 നമ്പറുകൾ. റവന്യൂ അക്കൗണ്ട് റെസിപ്റ്റിൻ്റെ മേജർ ഹെഡുകൾ സീരിയൽ നമ്പർ ഡാഷ് മുതൽ ഡാഷ് വരെ ഉൾപ്പെടുന്നു. ഉത്തരം 0020 മുതൽ 1999 വരെ. ഗവൺമെൻറ് അക്കൗണ്ട്സിന് പ്രധാനപ്പെട്ട എത്ര വിഭാഗങ്ങളുണ്ട്? ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ഉൾപ്പെടെയുള്ള മുൻ സാമ്പത്തിക വർഷത്തിലെ അക്കൗണ്ട്സിൻ്റെ സംക്ഷിപ്ത രൂപത്തിൻ്റെ പേര്? ഉത്തരം കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. ട്രഷറിയും കറൻസി ചെസ്റ്റും തമ്മിലുള്ളതും വിവിധ അക്കൗണ്ടിംഗ് സർക്കിളുകൾ തമ്മിലുള്ളതുമായ ഇടപാടുകൾ ഗവൺമെൻറ് അക്കൗണ്ടിന് പാർട്ട് 3യിൽ ഡാഷിൽ പെടുന്നു. ഉത്തരം റെമിറ്റൻസ് ആൻഡ് സസ്പെൻഡ് കണക്കിൽ. 4000 എന്ന കോഡ് നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ക്യാപിറ്റൽ റെസിപ്റ്റ് മേജർ ഹെഡിനെ. ഓഡിറ്റർ എന്ന പദം ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായത്? ഉത്തരം ഓഡിയർ. അക്കൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനിലെ പ്രധാന യൂണിറ്റ്? ഉത്തരം മേജർ ഹെഡുകൾ. പുതിയതായി ഒരു മേജർ മൈനർ ഹെഡ് ആവിഷ്കരിക്കുന്നതിന് ആരുടെ അനുവാദം ആവശ്യമാണ്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ. ഗവൺമെൻറ് അക്കൗണ്ടിൽ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത്? ഉത്തരം സബ് ഹെഡുകൾ. ഗവൺമെൻറ് അക്കൗണ്ട്സിൻ്റെ ഓരോ ഡിവിഷനുകളിലും ഓരോ സെക്ടറും വീണ്ടും ഡാഷ് ആയി തിരിച്ചിരിക്കുന്നു. ഉത്തരം മേജർ ഹെഡുകളായി തിരിച്ചിരിക്കുന്നു. കണ്ടിജൻസി ഫണ്ടിന് അലോട്ട് ചെയ്യുന്ന കോഡ് നമ്പർ? ഉത്തരം 8000.
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കുന്ന കേന്ദ്ര സംസ്ഥാന അക്കൗണ്ട്സിന് ഡാഷിൻ്റെ അംഗീകാരം ആവശ്യമാണ്. ഉത്തരം പ്രസിഡന്റിൻ്റെ. അക്കൗണ്ട് ഹെഡിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം സെക്ടറുകൾ. ഗവൺമെൻറ് ഇടപാടുകൾ തരംതിരിച്ചാൽ അവ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നതിലുപരി എന്തുമായിട്ടാണ് അടുത്ത സൂചനകൾ നൽകുന്നത്? ഉത്തരം സർക്കാർ പദ്ധതികളും പ്രവർത്തനങ്ങളും. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള കെട്ടിടങ്ങളുടെ ടാക്സുകൾ ഏത് ഹെഡിൽ പെടുത്തുന്നു? ഉത്തരം ഡിഫൻസ് സർവീസ് എസ്റ്റിമേറ്റ്സിൽ പെടുത്തുന്നു. ഗവൺമെൻറ് അക്കൗണ്ട്സ് പാർട്ട് 3 എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം പബ്ലിക് അക്കൗണ്ടിനെ. ചില പ്രത്യേക ഡാഷ് ഹെഡുകൾ ആരംഭിക്കുന്നതിന് അക്കൗണ്ടന്റ് ജനറലിന് അധികാരമുള്ളതാണ്. ഉത്തരം ഡീറ്റെയിൽ ഹെഡിന്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിഷ്കർഷിച്ച പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അക്കൗണ്ട്സ് തയ്യാറാക്കി സൂക്ഷിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന ഡാഷ് അനുശാസിക്കുന്നു? ഉത്തരം ആർട്ടിക്കിൾ 150. ഉടനടി തരംതിരിക്കാൻ കഴിയാത്ത വരവ് ചെലവുകളെ താൽക്കാലികമായി ഉൾപ്പെടുത്തുന്ന ഹെഡ്? ഉത്തരം 8658 സസ്പെൻസ് അക്കൗണ്ട്. കണ്ടിജൻസി ഫണ്ടിൽ എത്ര മേജർ ഹെഡുകൾ ഉണ്ട്? ഉത്തരം 1. പെൻഷൻ ആൻഡ് മിസ്ലേനിയസ് എന്നത് ഏതിൻ്റെ സബ്സെക്ടറാണ്? ഉത്തരം റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡിലെ ജനറൽ സർവീസുകൾ. സർക്കാർ ഇടപാടുകൾ ജില്ലാതലത്തിൽ രേഖപ്പെടുത്തുന്ന അടിസ്ഥാന കേന്ദ്രം? ഉത്തരം ജില്ലാ ട്രഷറി. ഔദ്യോഗിക നോൺ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായി സർക്കാർ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെ ഏത് ഹെഡിൽ കണക്കിൽ ചെലവിൽപ്പെടുത്തുന്നു? ഉത്തരം 2059 അഥവാ 4059. എല്ലാ സബ് ട്രഷറികളും ജില്ലാ ട്രഷറിക്ക് എപ്പോൾ റിപ്പോർട്ടുകൾ സമർപ്പിക്കണം? ഉത്തരം ഡെയിലി റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗസറ്റഡ് ഓഫീസർക്ക് ശമ്പളം മാറുന്നതിനും പുതിയ പേ സ്ലിപ്പ് ആവശ്യമില്ലാത്തത് എപ്പോൾ? ഉത്തരം ആകെ ശമ്പളത്തിനും ഡെസിഗ്നേഷനും മാറ്റമില്ലാത്തപ്പോൾ. അക്കൗണ്ടന്റ് ജനറലിന് അക്കൗണ്ടുകളും അനുബന്ധ റെക്കോർഡുകളും അയച്ചു കൊടുക്കുന്നത് ആര്? ഉത്തരം ജില്ലാ ട്രഷറികൾ, സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാർ. പൊതുപണത്തിൻ്റെ ചെലവിൽ സാമ്പത്തിക അച്ചടക്കം നിർബന്ധിതമാക്കുന്നത് ആര്? ഉത്തരം എക്സിക്യൂട്ടീവ് ഗവൺമെൻറ്. GPF വരിക്കാർക്ക് സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ഡാഷ് അക്കൗണ്ടന്റ് ജനറൽ അയച്ചു കൊടുക്കുന്നു? ഉത്തരം ആനുവൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന അന്തർ സംസ്ഥാന ഇടപാടുകൾ ഏത് ഹെഡിലാണ് അക്കൗണ്ട് ചെയ്യുന്നത്? ഉത്തരം ഇന്റർ സ്റ്റേറ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ. എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്ററുമായി അക്കൗണ്ട്സിൻ്റെ കൃത്യതയും സുതാര്യതയും എപ്രകാരമാണ് ബോധ്യപ്പെടുത്തുന്നത്? ഉത്തരം ഓഡിറ്റ് മുഖാന്തരം. ഓരോ ഡിവിഷണൽ ഓഫീസിലും ട്രെയിനിങ് നൽകിയിട്ടുള്ള ഡിവിഷണൽ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നത് ആര്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ.
ഓരോ മാസത്തിലെയും കണക്കുകൾ ക്ലോസ് ചെയ്തതിനു ശേഷം ബന്ധപ്പെട്ട അക്കൗണ്ടന്റ് ജനറൽ സർക്കാരിന് ഡാഷ് അയച്ചു കൊടുക്കും. ഉത്തരം പ്രതിമാസ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ടാക്സസ് ഓൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നത് ഏത് സെക്ടറിൽ പെടുന്നു? ഉത്തരം ടാക്സ് റവന്യൂ. അക്കൗണ്ട്സ് ഹെഡിലെ മൈനർ ഹെഡ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം പ്രോഗ്രാമുകളെ. ഒരു ഗസറ്റഡ് ഓഫീസറുടെ എൻടൈറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം ഒഫീഷ്യേറ്റീവ്, സബ്സ്റ്റാൻറ്റേറ്റീവ് നിയമനങ്ങൾ, ചുമതലകൾ, അനുവദിക്കപ്പെടുന്നതും ആർജിക്കുന്നതുമായ അവധികൾ, GPF അക്കൗണ്ട് നമ്പർ, ഹോം ടൗൺ. അക്കൗണ്ടുകളുടെ തരംതിരിവിൽ മൈനർ ഹെഡുകൾക്ക് ഡാഷ് അക്കങ്ങളാണ് ഉള്ളത്. ഉത്തരം 3 അക്കങ്ങൾ. ഡിപ്പാർട്ട്മെൻറ്റുകളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നും കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നും. പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറിന് 2 ഭാഗങ്ങളുണ്ട്. അവ ഏതൊക്കെ? ഉത്തരം പെൻഷനർക്കും വിതരണ ഉദ്യോഗസ്ഥനും വേണ്ടിയുള്ള ഭാഗങ്ങൾ. സർക്കാർ ജീവനക്കാരുടെ GPF അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. സാമ്പത്തിക അച്ചടക്കവും നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് പ്രസിഡന്റ് ഉറപ്പാക്കുന്നതെങ്ങനെ? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മുഖേന. ഓഡിറ്റിൻ്റെ പരമമായ ഉദ്ദേശം ഡാഷിൻ്റെ താൽപ്പര്യ സംരക്ഷണമാണ്. ഉത്തരം നികുതിദായകൻ്റെ. പബ്ലിക് വർക്ക്സ് ഡിവിഷനിൽ സബ് ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസറുടെ പ്രാഥമിക റെക്കോർഡുകൾ എന്തൊക്കെ? ഉത്തരം ക്യാഷ് ബുക്ക്, മാസ്റ്റർ റോൾ, വർക്ക്സ് അബ്സ്ട്രാക്ട്, മെഷർമെൻറ്റ് ബുക്ക്, വർക്ക് അബ്സ്ട്രാക്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറാക്കുന്ന കേന്ദ്രത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ആര് മുഖേനയാണ് പാർലമെൻറ്റിന് സമർപ്പിക്കുന്നത്? ഉത്തരം പ്രസിഡന്റ് മുഖേന. മോവാറ്റ് എന്നാൽ എന്ത്? ഉത്തരം മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്. ഓഡിറ്റിൻ്റെ ഒരു പ്രധാന ഡ്യൂട്ടി. ഉത്തരം ഡെബിറ്റ് ഡിപ്പോസിറ്റ് ഹെഡുകളിലുള്ള ബാക്കി നിൽപ്പിന് ഉറപ്പുവരുത്തുക. പബ്ലിക് വർക്ക്സ് ഡിവിഷനിലെ ഒരു ഡിവിഷണൽ ഓഫീസർ തൻ്റെ പക്കലുള്ള നീക്കിയിരിപ്പ് സാമഗ്രികളുടെ മൂല്യം രേഖപ്പെടുത്തുന്നത് എവിടെ? ഉത്തരം പ്രൈസ് സ്റ്റോഴ്സ് ലെഡ്ജറിൽ. ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ് എന്നതിൽ എന്ത് ഉൾപ്പെടുന്നു? ഉത്തരം പലിശ നൽകുന്നതും അല്ലാത്തതുമായ നിക്ഷേപങ്ങൾ, അഡ്വാൻസുകൾ തുടങ്ങിയവ. ഓരോ സംസ്ഥാനത്തെയും അപ്രോപ്രിയേഷൻ ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് ആര്? ഉത്തരം സ്റ്റേറ്റ് അക്കൗണ്ടന്റ് ജനറൽ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉൾപ്പെട്ട ഒരു എക്സ്പെൻഡിച്ചർ ഹെഡ്. ഉത്തരം ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് എക്കണോമിക് സർവീസ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തിനായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്? ഉത്തരം സർക്കാരിൻ്റെ നയപരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി. ഒരു അക്കൗണ്ടന്റ് ജനറലിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏത് ഹെഡിൽ പെടുത്തുന്നു? ഉത്തരം റെമിറ്റൻസിൽ.
ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പേയ്മെന്റുകളുടെ സൗകര്യത്തിനായി ഡിപ്പാർട്ട്മെന്റുകളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്നും കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് എന്നും. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1-ൽ ആർട്ടിക്കിൾ ഡാഷ് പ്രകാരം ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചാർജ് ഈടാക്കുന്നതില്ല. ഉത്തരം ആർട്ടിക്കിൾ 60 പ്രകാരം. എപ്രകാരമുള്ള റിക്കവറികളാണ് സർക്കാരിൻ്റെ റവന്യൂ ആയി കണക്കാക്കുന്നത്? ഉത്തരം സ്വകാര്യ വ്യക്തികളിൽ നിന്നുമുള്ള വരവുകൾ. ഒരു ക്യാപിറ്റൽ മേജർ ഹെഡിൽ മുൻപ് നടത്തിയിട്ടുള്ള റിക്കവറി എപ്രകാരമാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഉത്തരം ബന്ധപ്പെട്ട മേജർ ഹെഡിലെ ചെലവിൽ കുറവ് കാണിച്ച്. ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് നടത്തുന്ന പേയ്മെന്റുകൾ സാധാരണ എപ്രകാരമാണ് നടത്തുന്നത്? ഉത്തരം ബുക്ക് ട്രാൻസ്ഫർ പ്രകാരം. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ നഷ്ടം എപ്രകാരം കണക്കിൽ രേഖപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് റൂൾസ് ആരാണ് പുറപ്പെടുവിക്കുന്നത്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ അക്കൗണ്ട് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് ആരാണ്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നഷ്ടമായ തുക എഴുതിത്തള്ളുന്നതിന് ബന്ധപ്പെട്ട അധികാരി ഉത്തരവായാൽ അത് ഏത് ഹെഡിൽ ചാർജ് ചെയ്യും? ഉത്തരം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടീജന്റ് എക്സ്പെൻഡിച്ചറിൽ. C&AG പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട റെസിപ്റ്റുകൾ. ഉത്തരം ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, കസ്റ്റംസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടീസ്, അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്. സംസ്ഥാനത്തെ ഓഫീസുകളിലെ അക്കൗണ്ട് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് എന്ന്? ഉത്തരം മാർച്ച് 31. വരവിൽ കവിയാത്ത രീതിയിൽ ചെലവ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം ഭരണനിർവഹണം നടത്തുന്നവർക്ക്. കേന്ദ്രത്തിലെ കമ്പൈൻഡ് ഫിനാൻസ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് ആരാണ്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികളിൽ ഡാഷ് കമ്മിറ്റി പരിശോധന നടത്തുന്നു? ഉത്തരം പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റി. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രിൻസിപ്പൽ ഓഡിറ്റ് ഓഫീസർമാർ തയ്യാറാക്കി ഒപ്പിടുകയും ഡാഷ് മേലൊപ്പ് വെച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു? ഉത്തരം C&AG. സാമ്പത്തിക വർഷ കാലാവധി എന്നു മുതൽ എന്നുവരെ? ഉത്തരം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വ്യാപാര കണക്ക്, ലാഭനഷ്ട കണക്ക്, ബാക്കി പത്രം എന്നിവ പരിശോധന നടത്തുന്നത് ആരാണ്? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഡാഷ് പ്രകാരം ഓഡിറ്റിൻ്റെ പൂർത്തീകരണ റിപ്പോർട്ടുകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പ്രസിഡന്റിന് സമർപ്പിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെടുന്നു? ഉത്തരം ആർട്ടിക്കിൾ 151 പ്രകാരം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെയും ഓഫീസിൻ്റെയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവുകൾ ഡാഷ് ചാർജ് ചെയ്യപ്പെടുന്നു? ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ട്. ഒരു മുൻകൂർ അഡ്വാൻസ് എന്ന നിലയിൽ പ്രസിഡന്റിൻ്റെ വിനിയോഗത്തിനായി
പാർലമെൻറ്റ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഫണ്ട്? ഉത്തരം കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയും സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കുകയും ചെയ്യുന്ന ടാക്സുകൾ? ഉത്തരം സ്റ്റാമ്പ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും കൂടാതെ യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്ന ഇനങ്ങളും. ഡാഷ് ഡാഷ് എന്നീ ഫണ്ടുകൾ ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാർ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അധികാരപ്പെട്ടിരിക്കുന്നു. ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ഗവൺമെൻറ് അക്കൗണ്ട്സ് എത്ര ഭാഗങ്ങളുണ്ട്? ഉത്തരം 3 ഭാഗങ്ങൾ. PWDയും ഫോറസ്റ്റ് ഡിവിഷനുകളും പ്രതിമാസ അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റുകളും ഡാഷിന് സമർപ്പിക്കുന്നു. ഉത്തരം അക്കൗണ്ടൻറ്റ് ജനറലിന്. സർക്കാർ പോളിസിയിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനം? ഉത്തരം ഓഡിറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കണ്ടിജൻസി ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്? ഉത്തരം ആർട്ടിക്കിൾ 267 പ്രകാരം. റെസീപ്റ്റ്സ് ഹെഡ്സ് എന്നത് റവന്യൂ വിഭാഗത്തിലും എക്സ്പെൻഡിച്ചർ ഹെഡ്സ് എന്നത് ഡാഷിൻ്റെയും ഭാഗമാണ്. ഉത്തരം കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെയും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഭരണാധികാരങ്ങൾ നിയന്ത്രിക്കുന്നത് ആര്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് CAGയെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഉത്തരം ആർട്ടിക്കിൾ 149 പ്രകാരം. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും തുക മാറുന്നതിന് ഡാഷ് ബിൽ നിയമസഭ പാസാക്കേണ്ടതാണ്. ഉത്തരം അപ്രോപ്രിയേഷൻ ബിൽ. ഫിനാൻസ് ആക്ട് എന്നാൽ എന്ത്? ഉത്തരം വാർഷിക ടാക്സേഷൻ പ്രൊപ്പോസലുകൾ ഉൾക്കൊള്ളുന്നതും നിയമസഭ പാസാക്കുന്നതുമായ ബിൽ. സെൻട്രൽ ബാങ്കിൻ്റെ ബാങ്കർ ആര്? ഉത്തരം റിസർവ് ബാങ്ക്. പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ? ഉത്തരം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി ആൻഡ് പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റി. ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്തരം ബഡ്ജറ്റ്. ഡാഷിനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റി എന്നിവയുടെ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡായി അറിയപ്പെടുന്നു. ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ. ഡാഷിന് ഭരണഘടന ഉന്നതവും സ്വതന്ത്രവുമായ സ്റ്റാറ്റ്യൂട്ടറി അധികാരം നൽകിയിരിക്കുന്നു. ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഡാഷ് പ്രകാരം പ്രസിഡന്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നു. ഉത്തരം ആർട്ടിക്കിൾ 148 പ്രകാരം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ? ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ.
സംസ്ഥാന ഓഡിറ്റ് ഉയർത്തുന്ന മൂല്യങ്ങൾ ഏത്? ഉത്തരം സർക്കാരിൻ്റെ സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ കണക്കെഴുത്ത് സംവിധാനം. സാമ്പത്തിക അച്ചടക്കം നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ത്രിതല നിയന്ത്രണ സംവിധാനം. ഉത്തരം ലെജിസ്ലേറ്റർ കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് കൺട്രോൾ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.